എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു നാടൻ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ നാടൻ റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടം അല്ലെ? എല്ലാവർക്കും നാടൻ റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും നമ്മുടെ സ്റ്റീക്ക് കുറെ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് ചില ആ ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു രീതി ഇഷ്ടപ്പെടും, നാടൻ രീതി ഇഷ്ടപ്പെടുന്നവർക്ക് അതും ഇഷ്ടപ്പെടും. അപ്പൊ ഇന്ന് നമ്മള് മത്സ്യ ഫിഷറീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ ട്യൂണ ഫിഷ് കൊണ്ട് ഒരു അടിപൊളി നാടൻ ഫിഷ് മസാല, ഫിഷ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ പ്രിപ്പറേഷൻ ആണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ട്യൂണ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഫിഷാണ്. അപ്പൊ ട്യൂണ ഫിഷ് മാത്രമല്ല, നമ്മുടെ ചാളയോ അയിലയോ ഏത് മീൻ വെച്ചിട്ടും ഇതേ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ സ്ഥാപനമാണ്. അവര് മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതിന്, കട്ട് ചെയ്ത് അതുപോലെ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ നമ്മുടെ മത്സ്യ ഫിഷറീസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കേ. അപ്പൊ നമ്മള് ട്യൂണ ഫിഷ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ചെറുനാരങ്ങ നീരും കൂടി തിരുമ്പി വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് കഴുകി എടുക്കണം. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം ആവശ്യത്തിന്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളകും അതിന്റെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉലുവ ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ ജിഞ്ചറും 1 ടീസ്പൂൺ ഗാർലിക്കും ഞാൻ വേറെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 മീഡിയം സൈസുള്ള ടൊമാറ്റോ വേണം, അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ സാധാരണ ചില്ലി പൗഡർ എടുക്കണമെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മാത്രം എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തതാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, ഇതിൽ കുറവ് പുളി ആവശ്യമുള്ള ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്നത് മുഴുവൻ വെളിച്ചെണ്ണയിലാണ്. അപ്പൊ ഇതൊന്നുകൂടി നന്നായിട്ട് ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കഴുകി കൊണ്ടുവരട്ടാ. അപ്പൊ ഫിഷ് ഞാൻ ഒന്നുകൂടി കഴുകി എടുത്ത് വൃത്തിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ഇപ്പൊ നേരത്തെ കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും, അപ്പൊ ആവശ്യത്തിന് നോക്കി മാത്രം സോൾട്ട് ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി ഒന്നല്ല ഭാഗത്തേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോ ഇങ്ങനത്തെ ഫിഷ് ആയ കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഐക്കൂറ പോലത്തെ മീനുകൾ, നെയ്മീൻ പോലത്തെ മീനുകളാണെങ്കിൽ ഒന്ന് ശരിക്കും ഒന്ന് എടുത്ത് വലിയ പീസൊക്കെ ആകുമ്പോഴേ തേച്ച് നന്നായി പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മൾ ഒരു പാത്രം, നോൺ സ്റ്റിക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പരന്ന പാനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് നമ്മള് മീനൊന്ന് വെച്ചു കൊടുക്കാം. ഓരോ സൈഡും ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ മാത്രം, 2 മിനിറ്റോളം മതി ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് 2 മിനിറ്റ് കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല, ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഈ 2 സൈഡും ഒരു 2 മിനിറ്റ് വീതം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്ക് മാറ്റാം. ബാക്കിയുള്ള ഫിഷ് പീസസും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം.
നമ്മൾ ഫിഷ് വറുത്ത സെയിം എണ്ണയിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ സവാള, പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചത്, ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിനെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഓരോ ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരു മിക്സിയുടെ കപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സബോള ഇപ്പോൾ ഒരുമാതിരി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പൈസ് പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഒന്നൊരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സ്പൈസ് പൗഡേഴ്സ് ഒക്കെ ഇട്ടത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ അരച്ചു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുക്കായിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി പിഴിഞ്ഞിട്ടുള്ള ജ്യൂസ്. ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുളിക്ക് നമ്മുടെ കൊടംപുളി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത പ്രിപ്പറേഷൻ ഒരു മൺചട്ടിയിലാണ് കേട്ടോ. അതിൽ ഞാൻ ഒരു വാഴയിലയുടെ ഒരു കഷ്ണം ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. മീൻ പീസുകൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അധികം ഫ്രൈ ആവാത്ത കാരണം ചെറുതായിട്ട് ആ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള മസാല നമ്മൾ ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. അതായത് ഫിഷിന്റെ മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മള് ഫുൾ മസാല ഇതിലിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ ഒരു 5 മിനിറ്റ് ഇതേ മീൻ ഇങ്ങനെ ഇരുന്ന് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒന്ന് നോക്കി കണ്ടാ, ഇതിലാ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിൽ കൂടെ ഒന്ന് തെളിഞ്ഞ്
വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കേട്ടോ, കുറച്ച് കറിവേപ്പില തിരുമ്പി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇത് എത്ര നേരം ഇരിക്കണോ അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഡിഷാണ്. അപ്പൊ ഇതുപോലെ മൂടി വെക്കുക. ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം അങ്ങനെ മൂടി വെച്ചിട്ട് ഉപയോഗിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നത്തെ ദിവസമൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ മസാല അതിൽ കൂടുതൽ മീനിൽ പിടിക്കും തോറും നല്ല ടേസ്റ്റ് ആയിട്ട് വരും.